ബോളിയുടെ മുകളിലേക്ക് പാലട ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. കടലപ്പരിപ്പിലേക്ക് ശർക്കര ഇട്ട് നല്ലോണം ഡ്രൈ ആക്കുക. ഇതുവരയ്ക്കും ഡ്രൈ ആക്കണം. പാലട ഉണ്ടാക്കാൻ കുക്കറിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. വിസിലിട്ടിട്ട് 30 മിനിറ്റ് വേവിക്കുക. പാലിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. തിളക്കണ വരയ്ക്കും. തിളച്ചതിന് ശേഷം മൂടി വെച്ച് വിസിലിട്ട് മൂടി വയ്ക്കാം. പാലടയ്ക്കുള്ള അട നല്ല തിളച്ച വെള്ളത്തിൽ ബോളിക്ക് നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ട്. മൈദ മാവ് ഉപ്പും ചേർത്ത് കുഴച്ച് 15 മിനിറ്റ് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ബോളി ഉണ്ടാക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കാം. പൂരിക്ക് പരത്തണമാതിരി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടലമാവും ശർക്കരയും കൂടി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് അത് വെച്ചിട്ട് ഇത് നല്ല മടക്കുക. മടക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് വേണം പരത്താൻ. മൈദപ്പൊടി ഇടാൻ പാടില്ല പരത്തുമ്പോൾ. നമുക്കിത് പരത്തിയെടുക്കാം. ഇത് നമുക്ക് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് വേണം, ഇത്തിരി നെയ്യ് തടവിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു 15 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കുക്കറിലിട്ട്. ഇനി അതിലേക്ക് അട ചേർക്കാം. അട ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ പായസം റെഡി. ബോളി റെഡി ആയിട്ടുണ്ട്. പാലടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബോളിയും പാലടയും മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം. ബോളിയുടെ മുകളിലേക്ക് പാലട ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം.